വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. ഒഡീഷയിൽ മലയാളി വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്, മലയാളി വൈദികരും കന്യാസ്ത്രീകളും ഒരു സുവിശേഷകനും മരണാനന്തര കുർബാനയ്ക്ക് ചെന്ന് തിരിച്ചു വരുമ്പോഴാണ് ആക്രമണം നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടവകയുടെ ജൂബിലിയെക്കുറിച്ച് ചർച്ച ചെയ്യലും ഉദ്ദേശവുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സുവിശേഷകൻ ബൈക്കിലായിരുന്നു സഞ്ചരിച്ചത്. ആദ്യം സുവിശേഷകനായിരുന്നു പോയത്. തീവ്രവാദി ഗ്രൂപ്പെന്ന് വിളിക്കാൻ പറ്റുന്നവർ ഇയാളെ തടയുകയും വണ്ടിയിൽ നിന്നിറക്കി വാഹനത്തിന്റെ കാറ്റ് അഴിച്ചുവിടുകയും ചെയ്തു. പിടിച്ചു വലിച്ച് ഷർട്ട് കീറി, അസഭ്യം പറഞ്ഞു, ആക്രമിച്ചു, മൊബൈൽ വാങ്ങിവെച്ചു. മതപരിവർത്തനത്തിന് വന്നതല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു. പിന്നാലെ വന്ന കന്യാസ്ത്രീകളെയും വൈദികരുടെയും വാഹനം തടഞ്ഞു നിർത്തി. വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി മതപരിവർത്തനത്തിനാണ് വന്നതെന്ന് ആക്രോശിച്ചുവെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. വെർബൽ അറ്റാക്ക് നടത്തി. ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ലെന്നും ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവുമാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ക്രൈസ്തവരോട് കുറെ നാളായി വിവേചനം കാണിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതവിശ്വാസം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശം ഭരണഘടന തരുന്നു. മതസ്വാതന്ത്ര്യത്തിന് സംരക്ഷണം നൽകണം. സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ആരു ഭരിച്ചാലും ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഭയമുള്ളതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ നിരന്തരം പറയേണ്ടി വരുന്നത്. മാർ ആൻഡ്രൂസ് താഴത്ത് കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണം. നിർബന്ധിത മതപരിവർത്തനം സഭയും എതിർക്കുന്നുവെന്നും എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് വൈദികരെ ആക്രമിക്കുന്നതിനെ അപലപിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ നയം ഇന്ത്യൻ മതമാണെന്നും ന്യൂനപക്ഷങ്ങൾക്ക് പേടിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 3 തവണ പ്രധാനമന്ത്രിയെ കണ്ട് സഭാകാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും സഭയുടെ ആശങ്ക അടക്കം പങ്കുവച്ചിട്ടുണ്ടെന്നും മൈനോരിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി വേണം എന്നാവശ്യപ്പെട്ടിട്ട് നടന്നിട്ടില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.